വെജിറ്റേഷൻ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് സ്ഥിരമായി ചോദ്യം വരുന്നൊരു മേഖലയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ വെജിറ്റേഷൻ ആൻഡ് ക്ലൈമാറ്റിക് റീജിയൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. What type of vegetation is represented by Sundarbans, the world's largest delta located in Bay of Bengal? Tropical thorn forest, montane forest, mangrove forest, semi-evergreen forest. നമുക്കറിയാം that is represented by mangrove forest. ഈ ചോദ്യത്തിൽ തന്നെ മറ്റ് ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. That is largest delta of the world. That is name of largest delta Sundarbans. Okay, again it is famous for mangrove forest. Montane forest എന്താണ്? മൗണ്ടെയിൻസിൽ കാണപ്പെടുന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ കാണപ്പെടുന്ന ഫോറസ്റ്റ് ആണ് മോണ്ടെയിൻ ഫോറസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കണക്റ്റഡ് വിത്ത് ഡെയിലി അറ്റ്മോസ്ഫിയറിക് വെതർ ചേഞ്ചസ്? ഡെയിലി അറ്റ്മോസ്ഫിയർ വെതർ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെടുന്ന ലെയർ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്? എസ്തനോസ്ഫിയർ, സ്ട്രാറ്റോപോസ്, ട്രോപ്പോസ്ഫിയർ, ലിത്തോസ്ഫിയർ. ആൻസർ എന്താണ്? ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ ആണ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന്റെ മീനിങ് തന്നെ ദ റീജിയൻ വെയർ മിക്സിംഗ് ഓഫ് എയർ ടേക്സ് പ്ലേസ് എന്നുള്ളതാണ്. അല്ലെ, കൺവെക്ഷൻ സൈക്കിൾ കാരണം മിക്സിംഗ് ഓഫ് എയർ സംഭവിക്കുകയും അങ്ങനെ ഓരോ റീജിയൻ്റെയും വെതറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്ന റീജിയൻ ആണ് ദാറ്റ് ഈസ് ട്രോപ്പോസ്ഫിയർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ലൊക്കേഷൻസ് experiences the amount of rainfall during the monsoon season? Okay, experience the lowest amount of rainfall. കേരള, ആസാം, ലേ, മേഘാലയ. നമുക്കറിയാം കേരളത്തിൽ ശക്തമായ രീതിയിൽ മൺസൂൺ റെയിൻഫോൾ ലഭിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ശക്തമായ രീതിയിൽ മൺസൂൺ റെയിൻഫോൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് എയും ബിയും ഡിയും ആൻസർ വരത്തില്ല. സോ ഓപ്ഷൻ സി ലേ ആണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In which of the following states of India low wind does not blow during the summer season? Okay, എന്താണ് ലൂ വിൻഡ്? ശക്തമായ പ്രീ മൺസൂൺ വിൻഡാണ് ലൂ വിൻഡ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല പൊടിയോട് കൂടിയ ചൂട് കാറ്റായിരിക്കും. അപ്പോൾ ഇത് സാധാരണ സംഭവിക്കുന്നത് പാകിസ്ഥാനിലും അതേപോലെ തന്നെ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻസിലുമാണ് ലൂ വിൻഡ് വീശുന്നത്. സോ ലൂ വിൻഡ് ഈസ് എ ഹോട്ട് ഡസ്റ്റ് ലേഡൻ വിൻഡ്. ഇറ്റ്സ് എ പ്രീ മൺസൂൺ വിൻഡ് മെയിൻലി ബ്ലോ ഇൻ ജാൻജറ്റിക് പ്ലെയിൻസ് ആൻഡ് പാകിസ്ഥാൻ. സോ പഞ്ചാബ് ഈസ് എ പാർട്ട് ഓഫ് ഇൻഡോ ജാൻജറ്റിക് പ്ലെയിൻ. രാജസ്ഥാൻ ഈസ് എ പാർട്ട് there. Haryana is a part there. So option is Goa. Option C is the correct answer. Next question നമുക്ക് നോക്കാം. Again one more, there is a scope for question. What is Loo? Loo is a pre-monsoon dust laden wind mainly blows at Indo-Gangetic plain or northwestern region of India and northern region of India and in Pakistan. Okay, next question. What is the usual term used to describe the climate of India? ഓക്കെ, ഇന്ത്യയുടെ ക്ലൈമറ്റ് ജനറലി അറിയപ്പെടുന്ന ഏത് പേരിലാണ്? പോളാർ ക്ലൈമറ്റ്, ട്രോപ്പിക്കൽ മൺസൂൺ, ഡെസേർട്ട് ക്ലൈമറ്റ്, ആരിഡ് ക്ലൈമറ്റ്. നമുക്കറിയാം ഇന്ത്യ ഇസ് എ മൺസൂൺ ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. സോ ഇറ്റ് ഇസ് എ റീജിയൻ ഓഫ് ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിൽ വരുന്ന പ്രദേശമാണ് ഇന്ത്യ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The pre-monsoon showers are known as dash in Kerala and Karnataka. Tea showers, grape showers, banana showers, mango showers. Okay, answer is mango showers. കാരണം മാംഗോ കൾട്ടിവേഷന് ഇത് വളരെയധികം സഹായിക്കും. മാവിന് പൂ വരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഷവേഴ്സ്. സോ ദിസ് ഇസ് നോൺ ആസ് മാംഗോ ഷവേഴ്സ്. പ്രീ മൺസൂൺ ഷവേഴ്സ് ആർ നോൺ ആസ് മാംഗോ ഷവേഴ്സ്. അതേപോലെ തന്നെ ബ്ലോസം ഷവേഴ്സ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ്, laterite soil develops as a result of which of the following reasons? laterite soil ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ത്? കോമ്പാക്ഷൻ, ലീച്ചിങ്, ഹൈ ടെമ്പറേച്ചർ ഓൺലി, സെഡിമെന്റേഷൻ. ഹൈ ടെമ്പറേച്ചർ ഓൺലി അല്ല, ശക്തമായ മഴയും അതോടൊപ്പം തന്നെ ടെമ്പറേച്ചറും വരുമ്പോഴത്തേക്കിന് അവിടെയുള്ള ഹെവി പാർട്ടിക്കിൾസ് ലീച്ച് ചെയ്ത് പോയിട്ടാണ് ലാറ്ററൈറ്റ് സോയിൽ ഉണ്ടാകുന്നത്. ലൈറ്റ് പാർട്ടിക്കിൾസ് ലീച്ച് ചെയ്ത് പോയിട്ടാണ് ലാറ്ററൈറ്റ് സോയിൽ ഉണ്ടാകുന്നത്. സോ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി, ലീച്ചിങ് ഈസ് ദ എക്സാക്ട് റീസൺ ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് laterite soil. Next question നോക്കാം. 8th one, which physiographic division of India from the following is formed of alluvial soil? അലൂവിയൽ സോയിൽ കൊണ്ട് ഫോം ചെയ്തിരിക്കുന്ന ഫിസിയോഗ്രാഫിക് ഡിവിഷൻ എന്താണ്? നമുക്കറിയാം അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ശക്തമായ ഇറോഷൻ ഉള്ള റിവേഴ്സിൽ കാണപ്പെടുന്ന ഫ്ലൂവിയൽ ഡിപ്പോസിറ്റ് ആണ് അലൂവിയം സോയിൽ എന്ന് പറയുന്നത്. സോ അലൂവിയൽ സോയിൽ, പെനിൻസുലാർ പ്ലേറ്റോ, ഹിമാലയൻ മൗണ്ടെയിൻസ്, ഐലൻഡ്സ്, നോർത്തേൺ പ്ലെയിൻസ്. ഇന്ത്യൻ നോർത്തേൺ പ്ലെയിൻസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അലൂവിയൻ ഡിപ്പോസിറ്റ്. അല്ല, ഹിമാലയൻ റിവേഴ്സിൽ എന്ന് പറയുന്ന അലൂവിയൻ ഡിപ്പോസിറ്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഫോം
ചെയ്യുന്നതാണ് ദ നോർത്തേൺ പ്ലെയിൻസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 9th question, what is Mahawad in India? Cold waves during winter season, cloudburst during monsoon season, cyclonic rainfall during winter season, hot and dry winds during summer season. ചോദ്യം മഹാവാദ് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ഓക്കെ, ഇന്ത്യയിൽ മഹാവാദ് എന്നറിയപ്പെടുന്നത് സൈക്ലോണിക് റെയിൻഫോൾ ഡ്യൂറിങ് വിന്റർ സീസണെയാണ് മഹാവാദ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് നമ്മൾ വിളിക്കാറുണ്ട്. വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ പ്രധാനമായിട്ടും പഞ്ചാബ്, ഹരിയാന മേഖലകളിലാണ് നമുക്ക് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് പ്രധാനമായും കാണപ്പെടുന്നത്. മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് വരുന്ന ഒരു സൈക്ലോണിക് വിൻഡാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. സോ മെഡിറ്ററേനിയൻ സീയാണ് ഇതിൻ്റെ സോഴ്സ് ഓഫ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അറിയപ്പെടുന്നത്. ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസിൻ്റെ പ്രത്യേകത ഇറ്റ് ഹെൽപ്സ് for the ripening of wheat, especially rabi crops in the ripening help ചെയ്യുന്ന ഒരു വിൻഡാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ആൻഡ് സൈക്ലോണിക് റെയിൻഫോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വിന്റർ സീസണിൽ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ പഞ്ചാബ്, ഹരിയാന മേഖലകളിൽ ലഭിക്കുന്ന ഒരു വിൻഡിനെ, മഴയെ നമുക്ക് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അഥവാ മഹാവാദ് എന്ന് വിളിക്കാൻ സാധിക്കും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which type of forest are mahogany, rosewood and cinchona trees found in India? Tropical evergreen forest, tropical deciduous forest, mangrove forest and montane forest. എന്തായാലും മാംഗ്രോവ് ഫോറസ്റ്റ് ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് ഫേമസ് ഫോർ സുന്ദരി ട്രീസ് അല്ലേ, മാംഗ്രോവ്സ്. സോ mahogany, rosewood, cinchona, they are not mangrove trees, they are hardwood trees. Next, montane forest, this is not found in mountain region. Tropical evergreen and tropical deciduous. Actually, mahogany, rosewood, these are found in tropical evergreen. Okay, so ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ നോക്കേണ്ടത് ട്രോപ്പിക്കൽ എവർഗ്രീനിൽ അഥവാ ട്രോപ്പിക്കൽ ഡെസീഡീസിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ മോണ്ടൈൻ റീജൻസിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ട്രീസ് ഏതാണ്? സോ ദ ട്രീസ് ദാറ്റ് ആർ മെയിൻലി ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആർ അതർ ഈസ് mahogany, rosewood and cinchona. Similarly, you should also notice the trees mainly found in tropical deciduous forest. Tropical deciduous forest കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ട്രീസ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടീക്ക്, സാൻഡൽവുഡ്, നീം, പൈപ്പിൾ എക്സെട്ര. അതേപോലെ മോണ്ടൈൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ട്രീസുകൾ നോക്കി വെക്കുക. ഓക്ക്, റോഡോഡെൻഡ്രോൺ, പൈൻ, സ്പ്രൂസ്, ഫിർ, ദിയോദർ, സെദാർ എക്സെട്ര ക്യാൻ ബി ഫൗണ്ട് ഇൻ മൗണ്ടെയിൻ ഫോറസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ സെഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണോ? വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഈ എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്